So question number 1. Question number 1 ആണ് നമുക്ക് രണ്ട് ഡൈഇലക്ട്രിക് ഫീൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഡൈഇലക്ട്രിക്കിന്റെയും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് മാക്സിമം തന്നിരിക്കുന്നത് 30 kV/cm ആണ്. ഒരു ഡൈഇലക്ട്രിക് എയറും മറ്റേ ഡൈഇലക്ട്രിക് ഗ്ലാസും ആണ് ഹാവിംഗ് എന്താണ് ε4. Question എന്ന് പറഞ്ഞാൽ what is the maximum voltage in kilovolt which can be applied across the capacitor. So ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് അല്ലേ, ഇതാണ് നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റർ. കപ്പാസിറ്റർ മൊത്തത്തിൽ 10 mm ആണ്. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയ മാക്സിമം വോൾട്ടേജ് എന്താണ് ക്വസ്റ്റ്യൻ. ഞാൻ VAB എന്ന് പറയുകയാണെങ്കിൽ എന്താണ് what is the maximum potential that can be applied. ഇത് VA ഇത് VB ആണെങ്കിൽ what is എന്താണ് VAB maximum that can be applied എന്നാണ് നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ ആണ് region 2 glass having ε4, region 1 air having ε1. So capacitance C2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ε0 εr2 into A divided by D അല്ലേ. Similarly C1 is equal to ε0 εr1 into A divided by D. So നമുക്ക് എന്തുണ്ട് രണ്ട് കപ്പാസിറ്റൻസ് ഉണ്ട്. From the relation നമുക്ക് ഒരു കാര്യം അറിയാം എന്താണ് C2 is equal to എന്താണ് 4C1. C2 is equal to 4C1. കാരണം എന്താണ് ε2 is equal to ഇത് സെക്കൻഡ് റീജിയനും ഇത് ഫസ്റ്റ് റീജിയനും ആയിട്ട് ഞാൻ പറയുന്നു ε2 equal to 4 times ε1. സോ കപ്പാസിറ്റൻസിന്റെ റിലേഷൻ കിട്ടി. Q ഞാൻ ഒരു ചാർജ് കടത്തി വിട്ടു കഴിഞ്ഞാൽ Q is equal to C1 V1 equal to എന്താണ് C2 V2 ആണ്. സോ C1 by C2 equal to എന്താണ് V2 by V1. C1 by C2 equal to V2 by V1, same charges flowing through the combination. So voltage across capacitor C1 ഞാൻ ഇതിനെ C1 എന്ന് വിളിക്കുന്നു is equal to ചെയ്യുമ്പോൾ 4/5 times maximum voltage that can be applied. കാരണം C1 by C2 എന്ന് പറയുന്നത് എന്താണ് C1 divided by C2 എന്ന് പറയുന്നത് 1:4. ഇവിടെ 1:4. സോ വോൾട്ടേജിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും അല്ലേ. C1 by C2 എന്ന് പറയുന്നത് എന്താണ് it is nothing but V2 by V1. ഇവിടെ കപ്പാസിറ്റൻസ് 1 ഉം കപ്പാസിറ്റൻസ് 4 റേഷ്യോയിലാണെങ്കിൽ വോൾട്ടേജ് നേരെ തിരിച്ചുള്ള റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ആവാൻ പോകുന്നത്. ഇവിടെ 1 ആണെങ്കിൽ 4 ടൈംസ് ഓഫ് ദ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ 4/5 ടൈംസ് ഇവിടെയും വരും 1/5 ടൈംസ് ഡിനോമിനേറ്ററിൽ വരും. കാരണം ടോട്ടൽ 4 ഉം 1 ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 + 1 5 എന്നുള്ള രീതിയിൽ എടുക്കാം. So VC1 is equal to 4/5 VAB. Similarly VC2 is equal to 1/5 VAB എന്ന് ഞാൻ പറയുന്നു. ഇനി നമുക്ക് VC1 എടുക്കാം. 4/5 VAB എന്ന് പറയുന്നതാണ് വോൾട്ടേജ് അക്രോസ് എന്താണ് കപ്പാസിറ്റർ C1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്താണ് 5 mm. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട് എന്താണ് the dielectric strength of air എന്ന് പറയുന്നത് 30 kV/cm നെക്കാളും ലെസർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. 30 kV/cm. സോ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാം ഈ 5 mm നെ എനിക്ക് വേണമെങ്കിൽ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 0.5 cm 30 into 0.5 cm. അവിടെ നമുക്ക് എന്താണ് VAB കാൽക്കുലേറ്റ് ചെയ്യുക. VAB കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ you are going to get VAB lesser than 18.75 kV. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് 18.75 kV. ഈ ക്വസ്റ്റ്യൻ പല രീതിക്കും പല എക്സാമിനേഷനും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. വേറൊരു എക്സാമിനേഷനകത്ത് എന്താണ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനകത്ത് ആൻസർ 18.75 ആണ്. സോ ശ്രദ്ധിക്കുക ഇവിടെ C1 by C2 ന്റെ റേഷ്യോ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ റിലേഷൻ എന്താണ് റേഷ്യോ ഓഫ് εr1 by εr2 1/4. C2 is 4 times C1. സോ ഞാൻ 5 യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ വോൾട്ടേജിന്റെ ഡിവിഷൻ നേരെ തിരിച്ചായിരിക്കും. കാരണം ചാർജ് സെയിം എന്ന് പറഞ്ഞെടുത്താൽ എന്താണ് C1 V1 equal to C2 V2. C1 by C2 is equal to V2 by V1. സോ 1:4 ആണെങ്കിൽ വോൾട്ടേജ് 4:1 റേഷ്യോ ഡിവൈഡ് ആവും. ഇവിടെ 4 പാർട്ടും ഇവിടെ 1 പാർട്ടും സ്പ്ലിറ്റ് ആവും. ടോട്ടൽ 5 പാർട്ട് ഉണ്ടെങ്കിൽ സോ 4/5 ഓഫ് ദ ടോട്ടൽ വോൾട്ടേജ് ആണ് ഇവിടെ പ്രസന്റ് ആയിരിക്കുന്നത്. ദാറ്റ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 5 mm will give you the എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി lesser than 18.75 എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. VAB എന്ന് പറഞ്ഞാൽ എന്താണ് it is the maximum voltage that can be applied across the capacitor combination. Next question, the electric charge Q and -2Q are placed at 0 0 and 6 0 on xy plane. So ഒരു ചാർജ് Q ഉം ഒരു ചാർജ് -2Q ആണ്. are placed at എന്താണ് 0 0 ൽ അതുപോലെ തന്നെ 6 0 എന്ന് പറയുന്ന ഒരു പോയിന്റ്. The equation of the zero equipotential curve.
So there is a point x, y. ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ കർവ് എന്ന് ഞാൻ പറയുന്നു. പോയിന്റ്. ഈ x y ന്റെ ഇക്വേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയി അല്ലേ? ഇക്വിപൊട്ടൻഷ്യൽ കർവ് ആയി അല്ലേ? ശ്രദ്ധിക്കുക, ഇക്വിപൊട്ടൻഷ്യൽ മീൻസ് എന്താണ്? പൊട്ടൻഷ്യൽ at this point is same. Potential at this point is same. അതാണ് ഇക്വിപൊട്ടൻഷ്യൽ. So potential at this point P due to Q എന്ന് പറയുന്നത് എന്തായിരിക്കും? Potential at P due to Q എന്ന് പറയുന്നത് 1/4 pi epsilon 0 into Q by R എന്നാണ്. ഞാൻ സ്മോൾ r എന്ന് കൊടുത്തു, R1. Potential at P due to minus 2Q എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4 pi epsilon 0 into minus 2Q divided by R2. ഇതാണ് നമ്മുടെ എന്താണ് രണ്ട് പൊട്ടൻഷ്യൽ. ഇതിനകത്ത് R1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x ഉം y ഉം, അതായത് ഈ പോയിന്റും ഈ q ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x minus 0 the whole square plus y minus 0 the whole square. സോ ഇതാണ് R1. R1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x1 square plus x square plus y square. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ R2 എന്തായിരിക്കും? R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x minus 6 the whole square അല്ലേ? R2 is x minus 6 the whole square plus y square, കാരണം y minus 0 the whole square. So R2 സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്താണ് ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യല്ലേ? Vp is equal to Vq. Vpq is equal to V of minus V at point, നമുക്ക് എങ്ങനെ എഴുതാം? Potential at P due to Q is equal to potential at P due to minus 2Q. 1/4 pi epsilon 0 into Q by R is equal to 1/4 pi epsilon 0 into minus 2Q divided by R. ഇത് R1 ഉം ഇത് R2 ആണ്. So ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q square divided by R1 square is equal to 4 into Q square divided by R2 square. So ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? നമുക്ക് ഇവിടെ 4 എന്ന് വരുന്നു, which implies R2 square divided by R1 square is equal to 4. R2 square എന്ന് പറഞ്ഞാൽ എന്താണ്? x minus 6 the whole square plus y square. x minus 6 the whole square plus y square divided by R1 square എന്താണ്? x square plus y square. x square plus y square. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. നോക്കാം. So 4x square plus 4y square is equal to x minus 6 the whole square plus y square. 4x square plus 4y square is equal to x square plus 36 minus 12x plus എന്താണ്? y square. So ഇത് ചെയ്യുമ്പോൾ എന്താണ്? 3x square plus 3y square plus 12x minus 36 equal to 0. നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x square plus y square plus 4x minus 12 is equal to 0 എന്ന് വരും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓപ്ഷൻ നോക്കാം, എന്തൊക്കെ ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് അറിയാം ഈ ഫോമിലാണ് വരാൻ പോകുന്നതാണ്. സോ നമുക്ക് x plus 2 the whole square ടേമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമെന്ന് അറിയാം. x plus 2 the whole square എന്ന് പറഞ്ഞാൽ x square plus 4x x square കിട്ടി, 4x കിട്ടി plus 4 കിട്ടി അല്ലേ? സോ x plus 2 the whole square plus y square is equal to, ഇവിടെ മൈനസ് 4 കൂടെ ഇട്ടാൽ നമുക്ക് എന്താണ്? ഈ മൈനസ് 4നെ അപ്പുറത്തെടുത്താൽ we can obtain the answer x plus 2 the whole square plus y square equal to 16. So നമ്മുടെ answer എന്തായിരിക്കും? Our answer is going to be option D. Next question. A parallel plate capacitor is filled with two dielectric as shown in the figure below. If the electric field in the region A is 4 kilovolt per centimeter, so this is 4 kilovolt per centimeter. 2 സെന്റിമീറ്റർ ഉണ്ട്. സോ 8 കിലോവോൾട്ട് വരെ ഇതൊക്കെ മാക്സിമം നമുക്ക് എന്താണ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം 8 കിലോവോൾട്ട് ആണ് ആ കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. മാക്സിമം 8 കിലോവോൾട്ട്. The electric field in the region B എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. റീജിയൻ ബി എന്ന് പറയുന്നത് വേറൊരു കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. സോ ഇതിന്റെ അക്രോസും ഇവിടെ 8 കിലോവോൾട്ട് ആണ്, ഇവിടെ 8 കിലോവോൾട്ട് വരും. 8 കിലോവോൾട്ട് ബൈ 2 സെന്റിമീറ്റർ ഇവിടെ ഡിവൈഡഡ് ബൈ 2 സെന്റിമീറ്റർ. സോ ഇവിടെ 4 കിലോവോൾട്ട് ആണെങ്കിൽ എന്താണ് ഇവിടെ 4 കിലോവോൾട്ട് ആണ്. സോ രണ്ടിടത്തും എന്താണ് ആൻസർ ഈസ് 4 കിലോവോൾട്ട്. കാരണം ഈ രണ്ട് കപ്പാസിറ്ററും പാരലലി കണക്റ്റഡ് ആണ്.
Next question. Two electrodes whose cross-sectional view is shown in the figure are at the same potential. Maximum electric field at the point എന്നാണ് question. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ആണ് പോയിന്റ് സി കൺസിഡർ ചെയ്താൽ ഇതിലെല്ലാം ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇതിലും ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പോയിന്റ് സി കൺസിഡർ ചെയ്താൽ ഡ്യൂ ടു ദിസ് റിംഗ് ഇങ്ങോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഡ്യൂ ടു ദ കമ്പൈൻഡ് എഫക്ട് ഓഫ് ഓൾ ദ ചാർജസ് പ്രസന്റ് ഇൻ ദ റിംഗ് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. Point A consider ചെയ്താലോ due to the combined effect of all the points ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. Due to the combined effect of this ring ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ രണ്ട് ഫോഴ്സും എന്താണ് ഓൾമോസ്റ്റ് ആഡ് ആയി വരികയാണ്. B കൺസിഡർ ചെയ്താലോ സ്വന്തം റിംഗ് കാരണം താഴോട്ട് ഫോഴ്സും ഇതിന്റെ റിംഗ് കാരണം ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഈ പോയിന്റ് D കൺസിഡർ ചെയ്താലോ സ്വന്തം റിംഗ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയി, വേറെ ഈ റിംഗ് കാരണമുള്ള ഒരു ഫീൽഡ് ഉണ്ടാവും. സോ നമുക്ക് കാണാം മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോയിന്റ് എയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്വന്തം റിംഗ് കൊണ്ടുണ്ടാകുന്ന ഇത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം എന്താണ് തൊട്ടടുത്തിരിക്കുന്ന റിംഗ് ഉണ്ടാകുന്ന ഫീൽഡും കൂടെ ഓൾമോസ്റ്റ് ആഡ് ആയി പോകും. സോ ആൻസർ ഈസ് പോയിന്റ് എ. A hollow metal sphere of radius r is kept at a potential 1 volt. So there is a hollow metal sphere of radius small r is kept at a potential 1 volt. The total electric flux coming out of a concentric spherical surface of radius capital R. So ഞാൻ ഒരു radius capital R ഉള്ള such that capital R is greater than small r. ഒരു എന്താണ് ഒരു spherical surface ഞാൻ കൺസിഡർ ചെയ്താൽ what is the total flux coming out? So total flux coming out എന്ന് പറയുന്നതായിരിക്കും total flux coming out is going to be, so total flux coming out എന്നായിരിക്കും. So the potential at this point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് potential at the surface of hollow sphere എന്ന് പറഞ്ഞാൽ 1/4 pi epsilon 0 into q divided by small r അല്ലേ. So what is the charge? V is equal to എന്താണ് 1 volt ആണ് അല്ലേ. So q is equal to എന്താണ് 4 pi epsilon 0 into small r. നമ്മൾ ഈ പുറത്ത് എത്ര വലിയ ഹോളോസ്ഫിയർ കൺസിഡർ ചെയ്താലും the charge enclosed within that bigger holosphere എന്ന് പറഞ്ഞാൽ q is equal to 4 pi epsilon 0 into small r തന്നെയാണ്. So q is equal to എന്താണ് total flux phi according to എന്താണ് Gauss law. The total flux coming out of a surface എന്ന് പറഞ്ഞാൽ it is equal to total charge enclosed within the surface. So ഞാൻ ഇനി എത്ര വലിയൊരു സ്ഫിയർ അതിന്റെ മുകളിൽ കൺസിഡർ ചെയ്താലും the total flux coming out എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is nothing but the total charge enclosed within that bigger sphere is equal to 4 pi epsilon 0 into എന്താണ് small r. Capital R വരത്തില്ല കാരണം small r എന്ന് പറയുന്ന ഹോളോ സ്ഫിയറിലാണ് നമ്മൾ ചാർജ് കൊടുത്ത് പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആക്കി വെച്ചിരിക്കുന്നത്. So correct answer is എന്താണ് ഓപ്ഷൻ എ 4 pi epsilon 0 small r. For the daily updations of exam related notifications and question paper solutions, like our FB page and subscribe our YouTube channel. Thank you.